ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ രാവിലെ തന്നെ നീറ്റിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളെ വീട്ടിൽ നമ്മൾ ഇന്നലെ എടുത്ത താറ് കൊണ്ട് ഇട്ടുണ്ട്. പിന്നെ ഈ ഡിഫൻഡർ പോലീസ് സ്റ്റേഷനിലായിരുന്നു, അത് ഞാൻ അപ്പം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാനും മുമ്പ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തോളി. അപ്പോൾ ഗായ്സ്, നമ്മളെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഈ താറൊന്ന് മോഡിഫൈ ചെയ്യണം, കുറച്ച് മോഡിഫൈ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ താറെടുക്കാം. നമുക്ക് നേരെ മോഡിഫൈൻ്റെ സ്ഥലത്തേക്ക് പോവാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിഫൻഡർ യെല്ലോ കളർ അടിച്ച അതേ സ്ഥലത്തേക്ക് തന്നെ ഒന്നും പോണത്. ഓ ഗൈസ്, പിന്നെ നമ്മുടെ ഡിഫൻഡറിൻ്റെ ഒരു ഫ്രണ്ട് 2 ദിവസത്തിന് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ വരുമ്പോഴേക്കിന് ഡിഫൻഡർ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് പറപ്പിച്ച് വിടാം. പറപ്പിച്ച് വിടണ്ട, മെല്ലെ പോയാം. ഗൈസ്, പോലീസ് സ്റ്റേഷനൊക്കെ അവിടെ ഉണ്ട്. അവർക്ക് ഇതുവരെയായിട്ടും വണ്ടി മനസ്സിലായില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് സ്പീഡിലിടാം. ഗസ്, നമുക്ക് നേരെ പോവാം. ഓഫ് ഗൈസ്, ഇവിടെ തട്ടാതെ ഇതിൻ്റെ ബ്രേക്കിനൊക്കെ എന്തൊക്കെ ഒരു പ്രശ്നമുണ്ട്. ബ്രേക്ക് ചവിട്ടുമ്പോൾ നേരെ കണ്ട വണ്ടി വളയാണ്. ഗൈസ്, പിന്നെ എൻ്റെ സ്റ്റിയറിങ്ങിനൊക്കെ എന്തൊക്കെയോ മാറിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ശരിയാക്കണം. അടുത്ത ആക്സിഡൻറ്റ് ഏതാണ്? ലംബോർഗിനും ഔഡിയും. അതൊക്കെ അവിടെ നിന്നോട്ടെ, അത് അവർ നമ്മൾ പ്രോബ്ലം സോൾവ് ആക്കിക്കോളും. ഇപ്പോൾ നേരെ വണ്ടി വിടാം. ഓ ഗൈസ്, ഓക്കെ ഓഫ്, ഇതുവരെ തട്ടാതെ വന്നതിനൊരു ഭാഗ്യം. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നേരെ കയറ്റാം. ഗൈസ്, ഇവിടെ ആളുണ്ടോയെന്ന് അറിയത്തില്ല. ഓഫ്, ജസ്റ്റ് മിസ്. ആളുണ്ടോ അറിയില്ല, കാരണം രാവിലെയാണ് ഇപ്പോൾ ഇത്. ഗൈസ്, എന്തായാലും നമുക്കൊന്ന് ഉള്ളിൽ പോയി നോക്കി നോക്കാം. ഓ ഗൈസ്, ഇവിടെ ആളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞ ആളോട് എൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്, അതൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ ഇതൊരു 2 ദിവസം പിടിക്കും, അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് പോയിട്ട് വരാറ്. ഗൈസ്, ഈ പോസ്റ്റ് നമ്മളല്ലല്ലോ മറിച്ചിട്ട്, ചിലപ്പോൾ ഈ ലംബോർഗിനിക്കാരാവും. നമ്മളിപ്പോൾ നേരെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നടന്ന് നമ്മൾ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. ഗൈസ്, എത്ര കാലം നമ്മൾ ഗസ്റ്റ് ഹൗസിലേക്കൊക്കെ വന്നിട്ട്. ഓ ഗൈസ്, നമുക്ക് മോളിൽ പോയി നോക്കാം. മോളിൽ പോയിട്ട് നമുക്ക് കുറച്ച് നേരം ബാൽക്കണിയിൽ നിൽക്കാം. ഓക്കെ ഗൈസ്, ബാൽക്കണിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഗൈസ്, നമുക്ക് ഇവിടേക്ക് ചാടാം. അയ്യോ, ഞാൻ തലടിച്ച് വീണേ. നമ്മളിപ്പോൾ എന്തിനാ ഇവിടേക്ക് വന്നു പറഞ്ഞാൽ നമ്മളെ പഴയ സ്വിഫ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മൾ ഓൾഡ് ആയിട്ട് ഉപയോഗിച്ച സ്വിഫ്റ്റ് ആയിരുന്നേ. ഇപ്പം നമുക്ക് ഭയങ്കര ലക്ഷറി കാസാണ്. ഞാൻ വിചാരിച്ച ഈ സ്വിഫ്റ്റ് ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല എന്ന്. നമ്മളിത് അന്നൊരു ദിവസം നമ്മളിവിടെ നിർത്തിയിട്ട് പോയതായിരുന്നു. എന്തായാലും നമുക്ക് പോയിട്ട് ഇതിൻ്റെ താക്കോൽ എടുത്തിട്ട് വരാം. ഗൈസ്, നേരെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് താക്കോലെടുക്കും. ഇതിൻ്റെ താക്കോൽ ഞാൻ ഇവിടെ അലമാറയിൽ പൂട്ടി വെച്ചതാണ്. ഈ അലമാറയിൽ എഴുതിയില്ലോ? ഇതിലാവും. ഓക്കെ ഗൈസ്, അങ്ങനെ താക്കോലൊക്കെ കിട്ടിയിട്ടുണ്ട്. വണ്ടി നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കാൻ മീൻസ് ലോക്ക് തുറന്നിട്ടുണ്ട്, വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഗൈസ്, നമ്മൾ ഇവിടുത്തെ ഒരു ഗ്യാരേജ് വെറുതെ കിടക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു റൂമാക്കണം, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമാക്കണം. നമ്മളെ വീട്ടിൽ കുറേ ഉണ്ട് ഇതേപോലെ ഗ്യാരേജ്. ഗൈസ്, നമുക്ക് എന്തെങ്കിലും വണ്ടി കയറാം. വണ്ടി സ്റ്റാർട്ടാവുണ്ടോ നോക്കട്ടെ. സ്റ്റാർട്ടാവണില്ലല്ലോ ഗൈസ്. ഓക്കെ, സ്റ്റാർട്ടായി. ഗൈസ്, നമുക്ക് വണ്ടി ബാഗൊക്കെ ഇടുമല്ലേ. വണ്ടിയിട്ട് നമുക്കൊന്ന് ഓടിച്ചിട്ടൊക്കെ വരാം. ഗൈസ്, നമുക്കിന്ന് ഗസ്റ്റ് ഹൗസിൽ തന്നെ നിന്ന് കുറച്ച് ദിവസം നിന്നാം. ഈ 2 ദിവസം കഴിയണ വരെ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. എന്തായാലും ഗൈസ്, നമ്മുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരാം. ഗൈസ്, നമ്മൾ നേരെ പോകണം. അല്ലെങ്കിൽ ഡ്രസ്സ് വേണം. അവിടെ കുറച്ച് ഡ്രസ്സ് ഉണ്ട് 2 ദിവസത്തിന്, അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സ് വേണ്ട. ഗൈസ്, എന്തായാലും നമ്മുടെ വണ്ടി
പെട്രോൾ കുറവാണ്, ആളും പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ എന്തായാലും ഈ വണ്ടി ഒന്നും യൂസ് ചെയ്യണില്ലല്ലോ. ഇപ്പോൾ ഈ ഒരു ഇവിടെ മാത്രം വന്നിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. നമുക്ക് വണ്ടി ഇങ്ങോട്ട് ഫ്രണ്ട് കയറ്റിടാം. ഗൈസ് നമ്മൾ വണ്ടി ഫ്രണ്ട് കയറ്റിയിട്ടുണ്ട്. ഓ ഗൈസ് ഇതിവിടെ നിന്നോട്ടെ വണ്ടി. സ്വിമ്മിംഗ് പൂളിലാണ് കൊണ്ടുവരുന്നത് വണ്ടി എടുത്തിട്ട്. എന്തായാലും ഗൈസ് നമുക്കിനി പോയി കിടന്നുറങ്ങി 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മുടെ ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താ നമ്മുടെ വണ്ടി മൊത്തത്തിൽ നമ്മൾ മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന്. ഗൈസ് നമ്മളെ സ്വിഫ്റ്റ് എടുത്തിട്ടില്ല, പകരം ഇത് റോട്ടിൽ നിന്ന് കിട്ടിയൊരു ബുഗാട്ടിയാണ്. ഗൈസ് നമുക്ക് പറപ്പിച്ചതിൻ്റെ ടോട്ടൽ സ്പീഡ് എത്ര നോക്കാം. ഗൈസ് മരത്തിനൊക്കെ ഓടിച്ചു. അയ്യോ ഗൈസ് ഇപ്പം തന്നെ വണ്ടിയിൽ എല്ലാ പോർഷനും പോയി. ബാക്ക് ബമ്പർ പോയി, ഫ്രണ്ട് ബമ്പർ പോയി, അത്രയേ പോയിട്ടുള്ളൂ. ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ടോ നമുക്ക് നോക്കാം. ഓ ഗൈസ് സീനിട്ടാ, ബ്ലൂ കളറ്, സൈഡിൽ ഫ്യൂവൽ ടാങ്ക്, ബാക്കിലൊരു ടയറ്, പിന്നെ ടയറും മാറ്റിയാണ്. ടയർക്ക് ഒരു ഓഫ് റോഡ് ടയർ, ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്, അതേപോലെ ഫ്രണ്ടത്തെ ഗ്രില്ലുണ്ട് മാറ്റിയിട്ടുണ്ട്, പിന്നെ ഫ്രണ്ടത്തെ വിഞ്ചും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്ത് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഉൾഭാഗമൊക്കെ അതേമാതിരിക്കന്നെ. അപ്പം എന്തായാലും ഗൈസ് ഇത്രയുള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.